ജനകീയ ആസൂത്രണം, 2 കുടുംബശ്രീ, 3 ഇതിന് രണ്ടിനും പോഷണം നൽകുന്ന കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്നത്തെ രൂപവും ഭാഗം പകർന്നു കൊടുക്കുന്നതിൽ ശ്രീ പാലോലി മുഹമ്മദ് കുട്ടി, ഡോക്ടർ തോമസ് ഐസക് ഇവർക്ക് വലിയ പങ്കുണ്ട്. എല്ലാ പ്രസ്ഥാനവും വ്യക്തികൾക്ക് അതീതമാണെന്ന് നമ്മൾ പറയാം. പക്ഷേ ഇവരുടെ പങ്ക് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചുള്ളതാണ്. സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ നടന്നു. പിന്നെ എന്ത് അധികാരമാണ് പഞ്ചായത്തിന് കൊടുക്കേണ്ടത്, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കേണ്ടത്, അത് അവർ എങ്ങനെ അത് വിനിയോഗിക്കും? അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല, ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കാൻ പാടില്ല. അതേസമയം അവർക്ക് ശാക്തീകരിക്കുകയും വേണം. അത് അത്ര എളുപ്പമല്ല, പറയാൻ വളരെ എളുപ്പമാണ്. അത് പ്രായോഗിക തലത്തിൽ ഇവർ കാണിച്ചു കൊടുത്ത്, പ്രത്യേകിച്ച് ഡോക്ടർ ഐസക് ആ ട്രെയിനിങ്ങിൽ നേതൃത്വം നൽകി സാധാരണ മനുഷ്യർക്ക് ഈ മനസ്സിലായി ആസൂത്രണം ചെയ്യാനുള്ള ആ ഒരു മെത്തഡോളജി നൽകുന്നതിൽ കല്യാശ്ശേരി എന്നാണ് അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടത്. പക്ഷേ ഡോക്ടർ ഐസക്കിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. കുടുംബശ്രീ, ദേശീയ ഗവൺമെൻറ് തന്നെ പറയുന്നത് കുടുംബശ്രീയെ മാതൃകയാണ് ഏറ്റവും നല്ലത്. കുടുംബശ്രീ മാതൃക വഴി സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം.